നമസ്കാരം. മുളവന കോട്ടപ്പുറം 2 റോഡ് പെട്രോൾ പമ്പിന് എതിർവശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 2 പെൺകുട്ടികളുടെ അമ്മയായ രമ്യയെ ബന്ധുക്കളും വീട്ടുകാരും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒന്നിലധികം വിവാഹം കഴിച്ച രമ്യയോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്ന കല്ലട സ്വദേശിയായ യുവാവ് 2 മാസം മുമ്പ് ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ രമ്യയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ രമ്യയെ പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ കടന്നുകളഞ്ഞു. ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു ആംബുലൻസിൽ കയറ്റി വീണ്ടും വാടക വീട്ടിലേക്ക് അയച്ചു. ഇപ്പോഴുള്ള ഭർത്താവ് വീണ്ടും ഈ വീട്ടിൽ ഒത്തുകൂടിയ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ രമ്യ മുമ്പത്തെ ഭർത്താവിനെ വിവരമറിയിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അവരെത്തി രമ്യയെ നെടുമൺകാവിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെങ്കിലും രാത്രിയോടെ തിരികെ എത്തി ഉപേക്ഷിച്ചിട്ട് കടന്നുകളഞ്ഞു. മുറിയാസകലം എല്ലാം വലിച്ചു വാരിയിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അയൽവാസി കൂടിയായ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ഇപ്പോഴത്തെ കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് സൈമണെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആശാ വർക്കർ, വാർഡ് മെമ്പർ തുടങ്ങിയവരെ കൂട്ടി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആംബുലൻസ് വരുത്തി ഗാന്ധി ഭവനിലേക്ക് മാറ്റി. മുൻപ് പെട്രോൾ പമ്പിൽ ജോലി നോക്കിയിരുന്ന യുവതി ഇപ്പോൾ ഓൺലൈൻ തുണി കച്ചവടത്തിൽ ഏർപ്പെട്ട് വരികയായിരുന്നു. ഈ ബിസിനസ്സിൽ സമാഹരിച്ച തുക അപഹരിക്കാനാണോ ഭർത്താക്കന്മാരും ബന്ധുക്കളും മാറി മാറി ഇവിടെ എത്തിയത് എന്ന സംശയവും നാട്ടുകാർ പറയുന്നു. ദേഹമാസകലം പൊള്ളിയതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്താൻ യുവതി തയ്യാറായിട്ടില്ല. വേസ്റ്റ് കത്തിക്കാനായിട്ട് മണ്ണെണ്ണ കുപ്പിയും തീയും കത്തിച്ചോണ്ട് പോയതാ. കാല് സ്ലിപ്പായി പോയി. മക്കളൊക്കെ പഠിക്കാൻ പോയി. ഇവിടെ ഇപ്പൊ 2 ആഴ്ചയായി. ഇല്ല, എന്നെ ഇന്നലെ വന്ന് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അവിടെ ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടാക്കി. ജോലിയൊക്കെ ഒന്നും പോകുന്നില്ല. അയാൾക്ക് ഇച്ചിരി മാനസിക അസ്വസ്ഥത. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആരുമില്ല. അമ്മ മരിച്ചുപോയി. സ്വന്തം വീട് എവിടാ? ചെറുമൂട്. കുടുംബ വീട്. ഇവിടെ ഇപ്പൊ വാടക എത്ര ആളായി? 1.5 വർഷമായി. വാടകയൊക്കെ ഞാൻ സാരിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ല. എല്ലാരും വന്ന് എല്ലാം വൈകിട്ട് 3 മാസത്തിന് മുന്നേ. 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. അല്ല, മെഡിക്കല്. ആരും ഇല്ലെന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ എഴുതി വെച്ച് കൂടെ നിക്കാൻ ആരുമില്ല. അല്ല, അങ്ങനെ എഴുതി വെച്ച് അവിടെ നിന്ന് ചികിത്സിച്ചതാ.